മണിപ്പൂരിൽ കലാപം നടന്നു തുടങ്ങിയ സമയത്ത് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു. അതിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മണിപ്പൂരിൽ നടക്കുന്നത് വർഗീയ കലാപമല്ല, മണിപ്പൂരിൽ നടക്കുന്നത് വംശീയ കലാപമാണ്. മണിപ്പൂരിൻ്റെ ചരിത്രം അങ്ങനെയാണ്. നോർത്ത് ഈസ്റ്റിൽ നടക്കുന്ന പല വംശീയ കലാപങ്ങളും ചിലപ്പോൾ അത് 1, 2, 3, 4 വർഷം വരെ നീണ്ടു നിൽക്കും. അങ്ങനെയാണ് ഇത് ചരിത്രം. അപ്പം ഈ കലാപം തുടങ്ങാനുണ്ടായ കാരണം ഹൈക്കോടതിയുടെ, മണിപ്പൂർ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അവിടുത്തെ അപ്പർ കമ്മ്യൂണിറ്റിയായ മെയ്തി, ആ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് ട്രൈബൽ സ്റ്റാറ്റസ് കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ടൊരു ഹൈക്കോടതി ഓർഡറാണ്, ഒരു സിംഗിൾ ബെഞ്ചിൻ്റെ ഓർഡറാണ്. ഈ ഓർഡറിനെ തുടർന്നാണ് അവിടെ കലാപം പുറപ്പെടുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പം അതിൻ്റെ അകത്ത് ക്രൈസ്തവ ഹിന്ദുക്കൾ അങ്ങനല്ല, അതുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. അത് ബന്ധമില്ല എന്ന് കേരളത്തിൽ പറഞ്ഞ മുഴുവനും കാപട്യവും കള്ളത്തരങ്ങളും മാത്രമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ നോക്കുക, ഇപ്പം പലയിടത്തും കലാപങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ക്രിസ്ത്യൻ ഹിന്ദുക്കളാണ് അവിടെ കലാപം നടക്കുന്നത്? അല്ല, ഓരോ വംശീയ എത്നിക് ഗ്രൂപ്പുകളാണ് നടത്തുന്നത്. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരുന്നതും. അതിന്നും ശമനമുണ്ടായിട്ടില്ല. ഇന്നലെ മണിപ്പൂർ ഹൈക്കോടതിയുടെ വിധി വരുന്നു. അതായത് അങ്ങനെ മാറ്റിയ ആ ഓർഡർ ഡിലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ കേരളത്തിൽ പറഞ്ഞ കഥ എന്തുവാണ്? അതായത് മോദി സർക്കാർ അവിടുത്തെ ഹൈക്കോടതിയെ സ്വാധീനിച്ച് ഈ മെയ്തികളെയും കൂടെ ട്രൈബൽ ഗ്രൂപ്പിനകത്ത് കൊണ്ടുവന്നു. അതിൻ്റെ പേരിൽ അവിടെ കലാപം നടന്നു, ആൾക്കാരെ കൊല്ലുന്നു. വളരെയധികം പേര് അവിടെ കൊല്ലപ്പെട്ടു, സത്യമാണ്. ആ ടെറൈൻ്റെ രീതി അതാണ്. ഇംഫാലുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ താമസിക്കുന്നവരും മലയോരങ്ങളിൽ താമസിക്കുന്ന കുക്കികളും നാഗകളും ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവം. അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ മെയ്തി കമ്മ്യൂണിറ്റിക്കകത്ത് ഏകദേശം 13 മുതൽ 14% വരെ ക്രൈസ്തവരാണ്. അപ്പം അവരെ എന്തുവിനാണ് ഈ പറയുന്ന കുക്കികൾ അറ്റാക്ക് ചെയ്യുന്നത്? ഇതാണ് ചോദ്യം. അവരെ എന്തുവിനാണ് കുക്കികൾ അറ്റാക്ക് ചെയ്യുന്നത്? ക്രൈസ്തവരായുള്ള കുക്കികൾ എന്തിനാണ് ക്രൈസ്തവരായ മെയ്തി കമ്മ്യൂണിറ്റിക്കാരെ അറ്റാക്ക് ചെയ്യുന്നത്? മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ ഈ കാത്തലിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് 3% താഴേ ഉള്ളൂ. അവിടെ ഏറ്റവും കൂടുതലുള്ള പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗക്കാരാണ്. ഇപ്പോൾ കാത്തലിക്സ് അച്ഛന്മാരൊക്കെയാണ് വലിയ ബഹളം ഉണ്ടാക്കുന്നത്. കാരണം കാത്തലിക്സിന് സ്വാധീനമില്ലാത്ത സ്ഥലമാണ് മണിപ്പൂർ. അവിടെ ന്യൂ ജനറേഷനും പ്രൊട്ടസ്റ്റൻ്റ് ചർച്ചുകൾക്കാണ് സ്വാധീനം. പിന്നെ ഇത് വളരെ സെൻസിറ്റീവ് ഏറിയയാണ്, ചൈനയുമായിട്ടും മ്യാൻമാറുമായിട്ടൊക്കെ ചേർന്ന് കിടക്കുന്ന ഏറിയയാണ്. അതിന് തിരിച്ചു പറഞ്ഞ കഥ എന്താണ്? അവിടെ കുക്കികൾ കഞ്ചാവിൻ്റെ കൃഷി നടത്തുന്നു, അതിൻ്റെ കൃഷിയാണ്. അതിന് കാര്യം ആ ടെറൈനെ പറ്റി മനസ്സിലാക്കുക. അവിടെ കഞ്ചാവിൻ്റെ ഒക്കെ കൃഷിയുണ്ട്. ഈ കൃഷി എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റിൽ ഈ പറയുന്ന കഞ്ചാവിൻ്റെ കൃഷി നടത്തുന്നത് അവരുപയോഗിക്കുന്നവരുണ്ട് ഉറപ്പായിട്ടും. പക്ഷേ ഏറ്റവും കൂടുതൽ അവർ കൊടുക്കുന്നത് കന്നുകാലികൾക്ക് വേണ്ടിയാണ്. കന്നുകാലികൾക്ക് ഇപ്പം വയറ് ദഹിക്കുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഈ നോർത്ത് ഈസ്റ്റിലുള്ളവരെല്ലാം ഈ കഞ്ചാവിൻ്റെ ഈ ചെടിയുടെ ആ ഇലകൾ കട്ട് ചെയ്തിട്ടാണ് ഇതിന് കൊടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കഥകളും തിരക്കഥകളുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കിയെടുത്തത്. അതായത് അവിടുത്തെ ഒരു വിഡ്ഢിയായ ഒരു ജഡ്ജി, മുരളീധരൻ അയാളുടെ പേര്, അയാൾ കൊടുത്ത ഓർഡറാണ് ഈ പ്രശ്നമായത്. ഇതിനെപ്പറ്റി പാർലമെൻറ്റിൽ കേന്ദ്ര ഗവൺമെൻറ് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു, എന്താണ് ഈ സംഭവിച്ചത്. അപ്പോൾ അതിനുശേഷം ആ ജഡ്ജിനെ അവിടുന്ന് മാറ്റുന്നു. അവസാനം ഇന്നലെയാണ് ആ ഓർഡർ അത് ഡിലീറ്റ് ചെയ്തു പോകുന്നത്. കാരണം ട്രൈബലാക്കുകയും ഒരു കമ്മ്യൂണിറ്റി SC ആക്കുകയും ചെയ്യുന്നതിൻ്റെ പൂർണ്ണമായിട്ടും ചുമതല എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്. അതിന് സംസ്ഥാന സർക്കാരിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവർക്ക് വേണമെങ്കിൽ 1-2% റിസർവേഷൻ കൊടുക്കാം. എന്നാലത് അതേപോലെ കമ്മ്യൂണിറ്റിയിലാക്കാൻ വേണ്ടി, അതായത്
ആ മെയ്ത്തി എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി, അതേപോലെ അപ്പർ കാസ്റ്റ് കമ്മ്യൂണിറ്റിയെ അവരെ ട്രൈബലാക്കാനോ SC ആക്കാനോ പറ്റില്ല. അത് സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽ വരുന്ന സംഭവമല്ല. അത് കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവന്നാൽ മാത്രമേ ആ കമ്മ്യൂണിറ്റി അങ്ങോട്ട് മാറ്റുവാൻ സാധിക്കൂ. അപ്പോൾ എന്തുകൊണ്ടാണ് മെയ്ത്തി കമ്മ്യൂണിറ്റിക്ക് ട്രൈബൽ കമ്മ്യൂണിറ്റി ആകണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ കാരണം? അതിനും പുറകിൽ കാര്യങ്ങളുണ്ട്. കാരണം മെയ്ത്തി കമ്മ്യൂണിറ്റിക്ക് അവിടെ ഈ പറയുന്ന അവരുടെ ആ ലാൻഡ് അല്ലാതെ ഈ ട്രൈബൽ ലാൻഡ്, ഏറ്റവും കൂടുതലുള്ള ട്രൈബൽ ലാൻഡാണ്, അതെവിടെയും വാങ്ങാൻ പറ്റുന്നില്ല. ഇതാണ് പരമപ്രധാനമായ കാരണം. ജോലി മാത്രമല്ല അവർക്ക്. കാരണം ഈ ട്രൈബൽ ലാൻഡ് മറ്റുള്ള കമ്മ്യൂണിറ്റിക്ക് വാങ്ങാൻ പറ്റുന്നില്ല. ഇന്ത്യയിൽ അത് ലോക്ക് ചെയ്തേക്കും. അപ്പം അതിനകത്തുള്ള റിലാക്സേഷനാണ് ഇവർക്ക് ഏറ്റവും ആവശ്യം. അതിനുവേണ്ടി ഇവരെ ട്രൈബൽ ആക്കുവാണെങ്കിൽ മാത്രമേ അവർക്ക് വാങ്ങാൻ സാധിക്കൂ. ഇതായിരുന്നു ഇഷ്യൂ. ഈ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വർഷങ്ങളായിട്ട് മണിപ്പൂരിൽ നടക്കുന്നൊരു ഇഷ്യൂ ആണ്. മെയ്ത്തി കമ്മ്യൂണിറ്റി, കുക്കി കമ്മ്യൂണിറ്റി, അവിടുത്തെ ട്രൈബൽ കമ്മ്യൂണിറ്റി ആയിട്ട്. ഇനി അവിടെ സാമ്പത്തികമായ പുരോഗതി നോക്കുക. നമ്മൾ പലതും പറയുമ്പം ഇതിൻ്റെ സന്തുലിതാവസ്ഥ നമ്മൾ നോക്കേണ്ടതാണ്. നേരത്തെ കുക്കി കമ്മ്യൂണിറ്റി ഈ പറയുന്ന പോലെ സാമ്പത്തികമായിട്ട് മുന്നിൽ വന്ന കമ്മ്യൂണിറ്റി അല്ല. പിന്നീട് അവർക്ക് എഡ്യൂക്കേഷൻ എല്ലാം കിട്ടി, അവർക്ക് സാമ്പത്തികമായിട്ട് ഈ മെയ്ത്തികളുടെ അത്രയും വന്നില്ലെങ്കിൽ തന്നെയും അവർക്ക് പുരോഗതി ഉണ്ടായി. ഇനി നിങ്ങൾ ആലോചിച്ചോണം, നമ്മൾ ഇൻഡിഗോ ഫ്ലൈയും, അതായത് ഫ്ലൈ ചെയ്യുമ്പോഴും പല 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ജോലി ചെയ്യുന്നവരെ ശ്രദ്ധിച്ചോണം. ഇവരധികവും വന്നേക്കുന്നത് മണിപ്പൂർ, ഈ നോർത്ത് ഈസ്റ്റ്, ഈ കുക്കികളും മെയ്ത്തികളും ഒക്കെയാണ് നിങ്ങൾക്ക് കാണുന്നത്. ഈ ക്യാബിൻ ക്രൂ ആയിട്ടും 5 സ്റ്റാർ ഹോട്ടലൊക്കെ ജോലി ചെയ്യുന്ന കാണുന്നത്. അതായത് അവിടെ ഈ പറയുന്ന മെയ്ത്തികൾക്ക് ഐസൊലേറ്റഡ് ആയെന്നുള്ള പ്രശ്നം ഉണ്ടായി. കാരണം അവരുടെ കയ്യിൽ നേരത്തെ സാമ്പത്തികം ഉണ്ടായിരുന്നു. പിന്നീട് അവർക്ക് ഈ പറയുന്ന ലാൻഡ് വാങ്ങാനും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഇവർക്ക് പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെതിരെ ഒരു ഡിബേറ്റും കോൺവെർസേഷനും വളരെ ഡയലോഗ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് രീതിയിൽ ഇവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരാളുടെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഗവൺമെൻറ്റിനൊരു ഓർഡർ കൊടുക്കുവാണ് അവിടുത്തെ ഹൈക്കോടതി. അതിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന സംഭവമാണ് ഈ വംശീയ കലാപം. കാരണം വർഗീയ കലാപമാണെങ്കിൽ എത്രയും പെട്ടെന്ന് അടിച്ചൊതുക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോഴെന്തോ മെയ്ത്തി കമ്മ്യൂണിറ്റി പറയുന്നത് ആസ റൈഫിൾസും അതിന് സെൻട്രൽ സെക്യൂരിറ്റി ഫോഴ്സും കുക്കികളെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോഴത്തെ പ്രശ്നം അതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പം പ്രശ്നം നടക്കുന്നത് അതാണ്. പറയുന്നത് വംശീയ കലാപത്തിന് എപ്പോഴും ഫേസ് മാറിക്കൊണ്ടിരിക്കും. കാരണം വർഗീയ കലാപമാണ് 2-3 ഫയറിങ്ങും സംഭവം ഒതുങ്ങും, ആൾക്കാരെ വിളിച്ച് സംസാരിക്കും, തീരുന്നു. ഈ വംശീയ കലാപത്തിൽ ഇതിനാരാണ് ലീഡർ എന്നറിയാൻ പോലും വലിയ പാഠം. അതാണ് എവിടുന്നൊക്കെ കയറി അടിയുണ്ടാകുന്നു. ഇവർക്കൊക്കെ വെപ്പൺസ് കിട്ടുന്നുണ്ട്, ഉറപ്പായിട്ടും ബോർഡറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇത് തെറ്റായ രീതിയിൽ കേരളത്തിൽ അടിച്ചുണ്ടാക്കിയൊരു സംഭവമാണ് ഇത്. വർഗീയ കലാപമാണ്. ഹിന്ദുക്കൾ ക്രൈസ്തവരെ അവിടെ അടിച്ചോടിക്കുന്നു. അങ്ങനൊന്നുമല്ല. ബേസിക്കലി മണിപ്പൂരിൻ്റെ ഏറ്റവും വലിയ ഏകദേശം ഒരു 80% ലാൻഡ് ഇപ്പോഴും കുക്കികളുടെ കയ്യിലാണ്, ട്രൈബലിൻ്റെ കയ്യിലാണ്. ബാക്കി 20% പട്ടണം, ആ പ്രദേശം മാത്രമേ ഉള്ളൂ മെയ്ത്തികളുടെ കയ്യിൽ. അതാണ് യാഥാർത്ഥ്യം.